നമസ്കാരം. 2026 കേരള തെരഞ്ഞെടുപ്പിൽ സിനിമാ ലോകത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി എത്തിയ മത്സരാർത്ഥിയാണ് രമേശ് പിഷാരടി. എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണ് പിഷാരടിയുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രമേശ് പിഷാരടിക്ക് 3,66 ലക്ഷം രൂപയുടെ സമ്പാദ്യമാണ് ഉള്ളത്. കൂടാതെ 25 ലക്ഷം രൂപയും 5 പവൻ സ്വർണവുമാണ് കൈവശമുള്ളത്. കൂടാതെ 97 ലക്ഷം രൂപയുടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയും പിഷാരടിക്കുണ്ട്. ഭാര്യ സൗമ്യ രമേശിനാവട്ടെ 85 ലക്ഷം രൂപയുടെ സ്വത്തുക്കളുണ്ട്. കൂടാതെ 50 പവൻ സ്വർണവും കൈവശമുണ്ട്. മറ്റൊരു കാര്യം, ഇനി രമേശ് പിഷാരടിയുടെ ബാധ്യതകൾ നോക്കാം. രമേശ് പിഷാരടിക്ക് 1,67 ലക്ഷം രൂപയുടെ ബാധ്യതകളുണ്ട്. രമേശ് പിഷാരടിയുടെ ഭാര്യയായ സൗമ്യ രമേശിന് 2,49,000 രൂപയുടെ ബാധ്യതകളുമുണ്ട്. സമ്പാദ്യങ്ങളെപ്പോൾ തന്നെ ബാധ്യതകളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയാണ് രമേശ് പിഷാരടിയുടെ സാമ്പത്തിക ബാധ്യത തെളിഞ്ഞിരിക്കുന്നത്. കോടികൾ വരുമാനമുള്ള അല്ലെങ്കിൽ കോടികൾ സമ്പാദ്യമുള്ള മത്സരാർത്ഥികൾ ഇനിയുമുണ്ട്. രമേശ് പിഷാരടി സിനിമാ ലോകത്ത് നിന്ന് വന്നതായതുകൊണ്ടാണ്, അദ്ദേഹം ഏറെ നാളായി സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നല്ല വരുമാനമുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഇതൊരു കുറവല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.